സമാനതകളില്ലാത്ത പ്രശ്നങ്ങളിലൂടെയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് കടന്നുപോകുന്നത്. ഈ വിഷയത്തിലെ ആളുകളുടെ പ്രതികരണം കാണാം. മാമോഗ്രാമിൻ്റെ കുറവ്. മാമോഗ്രാം 3 കൊല്ലമായി പ്രവർത്തിച്ചിട്ട്. കാരണം അത് നമ്മുടെ ഈ ധാരാളം രോഗികൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ധാരാളം രോഗികൾ വരുന്നതാണ്. അത് തന്നെ അടച്ചേക്കുക 3 കൊല്ലം കഴിഞ്ഞു. അതുപോലെ തന്നെ ICU പ്രവർത്തന സജ്ജമല്ല. പക്ഷേ അമ്മയ്ക്ക് തീരെ സുഖമില്ല. അമ്മ ശ്വാസം മുട്ടി കഴിയുകയാണ്. ആ മരുന്ന് ഇന്ന് ഞാൻ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഏതാണ്ടൊക്കെ മരുന്നുകൾ അവർ ചെയ്യാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല ഇതുവരെയും. അമ്മയ്ക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അസ്വസ്ഥതയുള്ള ഒരാൾക്ക് ICU ആണ് എത്രയും പെട്ടെന്ന് കിട്ടേണ്ടത്. അതില്ലാന്നാണ് അവർ പറയുന്നത്. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഒരു അറ്റാക്ക് നെഞ്ചുവേദനയായിട്ട് ഒരാളെ ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റി കൊണ്ടുവന്ന അയാളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തൊരു ടെസ്റ്റ് ഉണ്ട്, ഡോപ്പാമിൻ എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. അത് അയാൾക്ക് അറ്റാക്ക് വന്നോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ മെഡിക്കൽ കോളേജിൽ അതില്ല. അവിടെ പ്രൈവറ്റ് ലാബിൽ കൊണ്ടുചെന്ന് 500 രൂപ കൊടുത്തിട്ട് വേണം ആ ടെസ്റ്റ് ചെയ്യാൻ. ആ ലാബ് നടത്തുന്ന ആരാ? അത് MLAയുടെയൊക്കെ ആളുകളുടെ ലാബാണ്. ഈ മെഡിക്കൽ കോളേജിൽ മാത്രം എന്താണ് ഈ പത്തോളജിക്കൽ ലാബ് ഇത്രയും മോശമായി കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവേ ഒന്നേ ഉള്ളൂ. ഇവിടുത്തെ MLAയുടെ ലാബാണ് പുറത്ത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ലാബിലോട്ട് കാര്യങ്ങൾ കിട്ടുക എന്നുള്ളതാണ് അവരുടെ താല്പര്യം.